എൻ്റെ വായനയിലേക്ക് സ്വാഗതം. ടി പത്മനാഭൻ്റെ വീണ്ടും ഒരു ചെറിയ കഥ. പണ്ട്, വളരെ പണ്ട്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്നു. എപ്പോഴും ഊണിലും ഉറക്കത്തിലും എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ രാഷ്ട്രീയം മാത്രമായിരുന്നു. അതും എൻ്റെ കക്ഷിയുടെ രാഷ്ട്രീയം. എങ്കിലും അന്നും എൻ്റെ സ്വഭാവത്തിൽ നന്മയുടേതായ ഒരു ചെറിയ അംശമുണ്ടായിരുന്നു. ഞാൻ എതിർക്കുന്ന കക്ഷിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയോ നല്ല ഒരു കാര്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ ഞാൻ മടി കാണിച്ചിരുന്നില്ല. അവരെ പരസ്യമായി ഞാൻ അഭിനന്ദിക്കും. അത്തരം ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് നാട് മുഴുവൻ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ ചർച്ചയിൽ ഇളകി മറിയുകയായിരുന്നു, എതിർത്തും അനുകൂലിച്ചും. അപ്പോൾ അസംബ്ലിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി തന്നെ തൻ്റെ പാർട്ടിക്ക് ഹിതകരമല്ലാത്തൊരു നിലപാടെടുക്കുക എന്ന് വെച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയേയില്ല. അതുകൊണ്ടാണ് മന്ത്രിയെ വിളിച്ച് അഭിനന്ദിക്കണമെന്ന് എനിക്ക് തോന്നിയത്. മന്ത്രിയുമായി ഒരു തരത്തിലുള്ള പരിചയവും എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും അല്പം ബുദ്ധിമുട്ടി അവരുടെ ഡയറക്റ്റ് ഫോൺ നമ്പർ ഞാൻ സമ്പാദിച്ചു. ആരോട് ഫോണിൽ ബന്ധപ്പെടുമ്പോഴും ചെയ്യുന്നത് പോലെ അന്നും ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് വ്യക്തമാക്കി. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപായി തന്നെ അവർ എന്നോട് ചോദിച്ചു, എന്താണ് സാർ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അവരുടെ ശബ്ദത്തിൽ ഒരു തരത്തിലുള്ള ധാർഷ്ട്യവും ഉണ്ടായിരുന്നില്ല. അത് ഏറെ വിനയാന്വിതവുമായിരുന്നു. എൻ്റെ സന്തോഷവും അനുമോദനവും അറിയിച്ച ശേഷം ഞാൻ ഫോൺ വെക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ അവർ സമ്മതിച്ചില്ല. ഇല്ല സാർ, എനിക്കൊരു തിരക്കുമില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം. സത്യത്തിൽ ഞാനായിരുന്നു നിങ്ങളെ വിളിക്കേണ്ടിയിരുന്നത്. നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണണമെന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഭയം. എനിക്ക് അത്ഭുതം തോന്നി. പക്ഷേ വലിയ അത്ഭുതം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു, ഞാൻ സാറിനോടൊരു രഹസ്യം പറയട്ടെ. ഞാനൊരു ഞെട്ടലോടെ ചോദിച്ചു, രഹസ്യമോ? എന്ത് രഹസ്യം? അപ്പോൾ അവർ തെല്ല നാണത്തോടെ പറഞ്ഞു, സാറേ, പണ്ട് ഞാനും ധാരാളം കഥകൾ എഴുതിയിരുന്നു. ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത്. ആദ്യം ഹൈസ്കൂൾ കോളേജ് മാസികകളിലായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ വാരികകളിലും മാസികകളിലുമൊക്കെയായി. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് എനിക്കൊരു മോഹം വന്നത്. എന്തുകൊണ്ട് എൻ്റേതായ ഒരു കഥാസമാഹാരം ഇറക്കിക്കൂടാ? കൂട്ടത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയ 10-20 കഥകളുമായി ഞാൻ കൃഷ്ണൻ മാസ്റ്ററുടെ അടുക്കലേക്ക് പോയി. സാറിന് മടുക്കുന്നുണ്ടോ? ഇതൊന്നും ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പറയണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കൊരു മടുപ്പുമില്ല, പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും പറയാൻ തുടങ്ങി. സാഹിത്യ സംബന്ധിയായ കാര്യങ്ങളിൽ എനിക്ക് ഏറെ പ്രോത്സാഹനം തന്ന അധ്യാപകനായിരുന്നു കൃഷ്ണൻ മാസ്റ്റർ. കൃഷ്ണൻ മാസ്റ്ററോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ കൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു, നല്ല കാര്യം, നമുക്ക് പുസ്തകമാക്കാം. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു കുട്ടിക്ക് ഒരു പുസ്തകം വായിക്കാൻ തരണമെന്ന്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ മാസ്റ്റർ മേശപ്പുറത്ത് നിന്ന് അത്രയൊന്നും വലുതല്ലാത്ത ഒരു പുസ്തകമെടുത്ത് എനിക്ക് തന്നു. അന്ന് രാത്രി തന്നെ ആ പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. ഏറെ ഉദ്വേഗത്തോടെ ഞാൻ ചോദിച്ചു, എന്നിട്ട്? അപ്പോൾ വിശേഷിച്ചൊന്നുമില്ലാത്തതുപോലെ അവർ പറഞ്ഞു, ഓ, എന്നിട്ടൊന്നുമില്ല. ഞാൻ പുസ്തകം ഇറക്കിയില്ല, പിന്നെ കഥകൾ എഴുതുന്നതും നിർത്തി. എനിക്ക് ഏറെ സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, മാഡത്തിന് കൃഷ്ണൻ മാസ്റ്റർ തന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ആരായിരുന്നു? അമർത്തിപ്പിടിച്ച ഒരു ചെറു പുഞ്ചിരിയോടെ അവർ പറഞ്ഞു, ഒരു ടി പത്മനാഭൻ.